നല്ല സന്ധ്യാസമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവസഭയുടെ ഈ മാസത്തെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 3ാമത്തെ സെഷൻ ഈ രാത്രികാലം നമുക്ക് ഒരുമിച്ച് ദൈവസേനയിൽ കടന്നു വരാൻ കർത്താവ് സഹായിച്ചല്ലോ. വേദിയിലായിരിക്കുന്ന അനുഗ്രഹീത ദേവദാസന്മാർ, സദസ്സിലായിരിക്കുന്ന ദേവദാസന്മാർ, ഇന്ന് ഈ കൂട്ടായ്മയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തുടർന്ന് നാം ദൈവവചനം കേൾക്കുവാൻ പോകുകയാണ്. ഇന്ന് ദൈവവചനം സംസാരിക്കാൻ കടന്നു വന്നിരിക്കുന്നത് ഡോക്ടർ ജോൺ വർഗീസ് അവറുകളാണ്. പ്രിയ ദേവദാസിനെ ഈ കൂട്ടായ്മയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയ ദേവദാസിനെ കഴിഞ്ഞ കാലമുള്ള സെഷൻ വളരെ ശക്തമായി എടുത്തുപയോഗിച്ചല്ലോ. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന ദൈവവചനം ആസ്പദമാക്കി ദൈവം നമ്മളോട് വളരെ വ്യക്തമായി പ്രിയ ദേവദാസിലൂടെ സംസാരിച്ചു. തുടർന്ന് നാം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്ക് ആവശ്യമായ ദൈവിക ദൂതുകൾ പ്രിയ ദേവദാസിൻ്റെ പക്കൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഡോക്ടർ ജോൺ വർഗീസ് അവറുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ നാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവജനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഇവിടെയുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 3ാമത്തെ സെഷനിൽ തിരുവചനമായി നിൽപ്പാനുള്ളതായ അവസരം ദൈവം ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഈ സഭയുടെ ജനറൽ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ എം എ വർഗീസ് അവറുകൾ, ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ തോമസ് ഊട്ടി അവറുകൾ, സഹശുശ്രൂഷകരായിരിക്കുന്ന രാജീവ് എന്ന ദൈവദാസനും ജിനു എന്ന ദൈവദാസനും എൻ്റെ മുൻപിൽ ആഗതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൽ ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. രാവിലെ നാം ചിന്തിച്ചതുപോലെ ദൈവത്തിൽ നിന്ന് കേൾപ്പാനുള്ളതായ ഒരു ചിന്ത നമുക്കുണ്ടാകണം. ഇവിടെ വന്ന് പ്രസംഗം കേൾക്കുന്ന കേൾവിയെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് കേൾപ്പാനുള്ള സമയത്തെ നാം വേർതിരിക്കണം. ഈ ദൈവവചനം വായിച്ചു വിടുവാൻ കഴിയും, ഈ ദൈവവചനം ധ്യാനിക്കുവാനും കഴിയും. എത്ര ധ്യാനിച്ചാലും മതിവരാത്ത ദൈവവചനമാണ് ദൈവം നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്നത്. അത് ഞാൻ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും വിവിധ നിലകളിലാണ് ആ വചനം എന്നോട് സംസാരിക്കുന്നത്. നാം ദൈവവചനം വായിക്കുമ്പോൾ ആ വചനം നമ്മോട് സംസാരിക്കുന്നില്ല എങ്കിൽ ആ വായിച്ച വചനങ്ങൾ വൃഥാവിലായിത്തീരും. നാം ഏത് വചനം വായിക്കുമ്പോൾ ദൈവമേ ഈ വചനത്തിലൂടെ നിനക്കെന്താണ് എന്നോട് സംസാരിക്കുവാനുള്ളതെന്ന് നിങ്ങളുടെ ദിനംതോറുമുള്ള ബൈബിൾ ധ്യാനത്തിൽ നിങ്ങളത് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനായി ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യിരെമ്യാവിൻ്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങളും, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യവും വായിക്കാം. യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അതെ, ഇനിയും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യം. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അതിനോട് ചേർന്ന് ലേവ്യ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 20 വേഴ്സ് 26. നിങ്ങൾ എനിക്കുള്ളവരായി ആയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു. മതി. ഇനി അതിൻ്റെ 27-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. 27-ാം. അത് നല്ലതോ തീയതോ ആയിരിക്കുന്നതിന് ഒത്തവണ്ണം പുരോഹിതൻ അതിനെ 21-ന്റെ 12. വിശുദ്ധ മന്ദിരം വിട്ട് അവൻ പുറത്തിറങ്ങുകയും തൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കുകയും അരുത്.
അവൻ്റെ ദൈവത്തിൻ്റെ അഭിഷേക തൈലമായ സംസ്കാരം അവൻ്റെ മേലിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു. മതി. ഈ വായിച്ചതായ വേദഭാഗങ്ങൾ നമുക്ക് ഏവർക്കും പരിചിതമായ വേദഭാഗങ്ങളാണ്. എന്നാൽ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവിന് സംസാരിക്കാനുള്ളതായ ചിന്തകളെ നിങ്ങളുമായി പങ്കുവെക്കുക ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിനു മുമ്പായി നിങ്ങളുടെ ചിന്തയൊന്ന് ഉണർത്താൻ വേണ്ടി ഞാനൊരു കാര്യം നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. അപ്പം നിങ്ങൾ ഒരു കപ്പിൽ വെള്ളവുമായി നിങ്ങൾ ആ ഡോറിൻ്റെ അടുത്തേക്ക് പോവുകയാണെന്ന് ചിന്തിക്കുക. വെള്ളവുമായി നിങ്ങൾ ആ ഡോറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഒരാൾ അകത്തേക്ക് കയറി വരാനായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹം കയറി വരുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ കയ്യിൽ തട്ടുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വെള്ളം സ്പില്ല് ചെയ്തു പോകും അല്ലേ? അങ്ങനെ സ്പില്ല് ചെയ്യുമ്പോൾ നിങ്ങളതിൻ്റെ കാരണം എന്താണെന്നാ പറയുന്നത്? പറഞ്ഞേ. അതിൻ്റെ കാരണം നിങ്ങൾ എന്താ പറയുന്നത്? ആ മനുഷ്യൻ എൻ്റെ കയ്യിൽ തട്ടിയത് കൊണ്ടാണ്. ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളുടെ ഒരു ചിന്തയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ കയ്യിലാണ് കപ്പിരുന്നത്, നമ്മുടെ കപ്പിലാണ് വെള്ളമുണ്ടായിരുന്നത്. ആ കപ്പിൽ എന്തുണ്ടോ അത് സ്പില്ല് ചെയ്യപ്പെടും. അതിൽ ചായ ആണെങ്കിൽ ചായ വെളിയിൽ വീഴും, തൂവിപ്പോവും. കാപ്പിയാണെങ്കിൽ കാപ്പി തൂവിപ്പോവും. പക്ഷേ നാം എന്താ ചെയ്യുന്നത്? അതിന് കാരണമായി തീർന്നത് എൻ്റെ കുഴപ്പമല്ല, പിന്നെ ആ വന്ന ആള് ധൃതി വെച്ച് നോക്കാതെ വന്നുകൊണ്ട് എൻ്റെ ദേഹത്ത് തട്ടി, അതുകൊണ്ടാണ് സ്പില്ല് ചെയ്തത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഇരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണോ ഇരിക്കുന്നത്, അതേ വെളിയിൽ വരുത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ജീവിതത്തിൽ പലതും നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഭവിക്കുമ്പോൾ അതിന് കാരണം കണ്ടെത്താനുള്ള ശ്രമമല്ലേ പലപ്പോഴും നാം നടത്തുന്നത്? അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തിരിക്കുന്നോ അതാ പുറത്തു വരുന്നത്. അത് അസൂയയാകാം, പകയാകാം, പിണക്കമാകാം, മറ്റു തരത്തിലുള്ള കാര്യങ്ങളാകാം. എൻ്റെ കുഴപ്പം കൊണ്ടല്ല, അവൻ്റെ കുഴപ്പം കൊണ്ടാണ്, അവളുടെ കുഴപ്പം കൊണ്ടാണ് എനിക്കത് സംഭവിച്ചത്. മറ്റുള്ളവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടുവാനുള്ള ശ്രമമാണ് പലപ്പോഴും നാം നടത്തുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ പലതും വന്ന് നമ്മെ തട്ടും. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പല അവസരങ്ങളിലും നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന വാക്കുകൾ ദൈവജനത്തിന് ചേർന്നതാണോ, ദൈവസഭയ്ക്ക് ചേർന്നതായിരുന്നുവോ, എനിക്ക് ദൈവത്തോടുള്ള ഭയഭക്തിക്ക് ചേർന്നതായിരുന്നുവോ? അത് നാം വളരെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എന്തിനും ഏതിനും മറ്റുള്ളവരിൽ എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ഒരു മനോഭാവമാണ് പലപ്പോഴും നമുക്കുള്ളത്. അതിനെ ഒന്നുകൂടെ തെളിയിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ഒരിക്കലും ഒരു പാസ്റ്ററോട് ഒരു സഹോദരി വന്ന് പറഞ്ഞു, ഇവിടെ ആത്മീയമായി ഏകാഗ്രതയോടെ ദൈവത്തെ ആരാധിക്കാനുള്ള അവസരങ്ങളില്ല. പലരും സംസാരിക്കുന്നു, ചിലർ അവരുടെ കാര്യങ്ങൾ നോക്കുന്നു, ചിലർ മൊബൈൽ നോക്കുന്നു, പ്രസംഗൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത പോയിന്റ് തപ്പുന്നു. ഇങ്ങനെ പല നിലകളിലാണ്.
അതുകൊണ്ട് എനിക്ക് ഈ സഭാരാധനയിൽ വരുന്നത് മടുത്തു, ഞാൻ മറ്റേതെങ്കിലും സഭയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ദൈവദാസൻ ഒരു ഭാവവ്യത്യാസം കൂടാതെ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി പറഞ്ഞത് ഞാൻ മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നു, പക്ഷെ ഞാനൊരു കാര്യം സഹോദരിയോട് പറയാം, അത് ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ നമുക്ക് അടുത്ത പടിയിലേക്ക് കടക്കാം. ഞാനൊരു ഗ്ലാസ്സിൽ നിറച്ച് വെള്ളം സഹോദരിയുടെ കയ്യിൽ തരികയാണ്. സഹോദരി എന്ത് ചെയ്യണം? ഈ വെള്ളത്തിൽ നിന്ന്, ഈ ഗ്ലാസ്സിൽ നിന്ന് ഒരു തുള്ളി പോലും വെളിയിൽ പോകാതെ വണ്ണം ഈ ആലയത്തിന് ചുറ്റും 3 വലം വെക്കണം. അവൾ സമ്മതിച്ചു. കാരണം അവളുടെ കഴിവിനെയും കൂടെ പരിശോധിക്കുന്ന ഒരു കാര്യമല്ലേ. കാരണം ഒരു ഗ്ലാസ് നിറയെ വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ നിന്ന് ഒരു തുള്ളി പോലും വെളിയിൽ പോകാതെ ഈ ആലയത്തിന് 3 വലം വെച്ച് തിരികെ വരണം. അവൾക്ക് വാശിയായി. എന്താണ്? എൻ്റെ കഴിവിനെ തെളിയിക്കാനുള്ള ഒരവസരം. അവൾ അത് ഏറ്റെടുത്തു. ആ ശുശ്രൂഷകൻ ഒരു ഗ്ലാസ് വെള്ളം അവളുടെ കയ്യിൽ നൽകി. അവൾ അതുകൊണ്ട് ഈ ആലയത്തിന് 3 വലം വെച്ചു. തിരികെ ഈ ദൈവദാസൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു. അവളോട് ചോദിച്ചു, നീ 3 പ്രാവശ്യം ഈ ആലയത്തിന് വലം വെച്ചുവല്ലോ, ഒരു തുള്ളി വെള്ളമെങ്കിലും പോയതായി നിന്റെ ശ്രദ്ധയിൽപ്പെട്ടുവോ? എന്ന് പറഞ്ഞില്ല. അതെന്താ കാരണം? ഒരു തുള്ളി പോലും വെളിയിൽ പോകാതെ വണ്ണം ഞാൻ എൻ്റെ ശ്രദ്ധയും കണ്ണും എവിടേക്ക് തന്നെയായിരുന്നു? ഈ ഗ്ലാസ്സിലും വെള്ളത്തിലും മാത്രമായിരുന്നു. ദൈവദാസൻ ആ സഹോദരിയോട് പറഞ്ഞു, ആലയത്തിൽ വരുമ്പോൾ നിന്റെ ശ്രദ്ധയും നിന്റെ കണ്ണും കാതും ഉയരത്തിലുള്ള ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമായിരിക്കണം. പുറമേയുള്ള ശബ്ദകോലാഹലങ്ങൾ നീ ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ട് നിന്റെ ഗ്ലാസ്സിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോയില്ല. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പലതിനും മറ്റു പലതാണ് നാം കാരണങ്ങളായി പറയുന്നത്. എൻ്റെ ആരാധനയ്ക്ക് തടസ്സം ഈ വീട്ടിലെ പിള്ളേരാ, എൻ്റെ ആരാധനയ്ക്ക് തടസ്സം എൻ്റെ ഭർത്താവാ, എൻ്റെ ആരാധനയ്ക്ക് തടസ്സം ഈ ഭാര്യയാ, എൻ്റെ ആരാധനയ്ക്ക് തടസ്സം ഇന്നിന്ന വ്യക്തികളാ. പക്ഷെ നീ ആലയത്തിലേക്ക് വരുന്നത് അവരെ നോക്കുവാനല്ല. ഈ ഗ്ലാസ്സിലിരുന്ന വെള്ളം തൂകിപ്പോകാതെ 3 പ്രാവശ്യം ഇതിനെ വലം വയ്ക്കുവാൻ നിനക്ക് കഴിഞ്ഞുവെങ്കിൽ, ആരാധ്യനായ ദൈവത്തെ ആരാധിക്കുവാൻ വന്നിരിക്കുമ്പോൾ ആ 3 മണിക്കൂറും നീ ദൈവസന്നിധിയിൽ അവിടേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നാൽ നിന്റെ ആരാധനയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കുകയില്ല. അതിനാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതായ ഇല്ലസ്ട്രേഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികളെ കുറിച്ച് പറയുമ്പോൾ അത് സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുസ്തകമാണ്. പ്രധാനമായും 28 അധ്യായങ്ങളുണ്ട്. അതിൽ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ പത്രോസിനെ സംബന്ധിച്ചുള്ള, പത്രോസിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ. 13 മുതൽ 28 വരെ അപ്പോസ്തലനായ പൗലോസിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരിക്കൽ അല്പം കൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, പത്രോസിൻ്റെ 9 പ്രസംഗങ്ങളും പൗലോസിൻ്റെ 9 പ്രസംഗങ്ങളും, സ്റ്റേഫാനോസിൻ്റെ ഒരു പ്രസംഗവും ഗമാലിയേലിൻ്റെ പ്രസംഗവും, പിന്നെ ചെറിയ ചെറിയ ചില പ്രസംഗങ്ങളുമുണ്ട്. ഇതെല്ലാം കൂടെ കോർത്തിണക്കിയുള്ള ഒരു പുസ്തകമാണ്. ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരിക്കലും അവസാനിക്കുന്നില്ല. പത്രോസ് 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം രാവിലെ ചിന്തിച്ചതുപോലെ എന്ത് ചെയ്തെന്നാ? അവർ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചു. ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചുള്ള ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയിലുള്ള തൻ്റെ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴാണ് താൻ പറയുന്നു, വക്രതയുള്ള തലമുറയിൽ നിന്ന് എന്ത് ചെയ്യണം? വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെട്ടിരിപ്പീൻ, അല്ലേ? അങ്ങനെയല്ല ഇവിടെ വായിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് വേർപെട്ടിരിപ്പീൻ, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. പലപ്പോഴും നാം ചിന്തിക്കുന്നത്
യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്നത് വിദ്യാഭ്യാസമില്ലാത്തവരും ദരിദ്രരുമായ ആളുകളൊക്കെയാണെന്ന്. പക്ഷെ അവരങ്ങനെ ആയിരുന്നില്ല. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 20 വരെ വായിക്കുമ്പോൾ നമുക്കവരെ ഏത് തരത്തിലുള്ള വ്യക്തികളായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചിത്രം അവിടെ കിട്ടുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 20 വരെ. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ ശിമോനും അവന്റെ സഹോദരനായ അന്ത്രയാസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവർ ആയിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഇതാരോടാ പറയുന്നത്? പത്രോസിനോടും അവന്റെ സഹോദരനായ അന്ത്രയോസിനോട്. ഇനി വായിച്ചേ. ഉടനെ അവർ വല വിട്ട് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവനെയും വിളിച്ചു. അവർ അപ്പനായ സബദിയെ കൂട്ടുകാരോടുകൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. ഇവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എന്തിനാ ഇത് പറയുന്നറിയാം? പത്രോസിന്റെ പ്രസംഗത്തെക്കുറിച്ച് പറയുമ്പോൾ പത്രോസ് ആരാണെന്നോട് അറിയണമല്ലോ. പത്രോസ് ഇവിടെ നിന്ന് 5 പേരുടെ പേരാ പറയുന്നത്. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, അവരുടെ അപ്പൻ സബദി. ഇവര് നമ്മൾ ചിന്തിക്കുന്നത് ഇവര് ദരിദ്രനാരായണന്മാരായിരുന്ന അല്ല. ഇവര് കൂലിക്കാരെ വെച്ച് മത്സ്യബന്ധനം നടത്തുന്നവരാ. ഇവർ 5 പേർ ചേർന്നുള്ള പാർട്ട്ണർഷിപ്പ് ഫിഷിംഗ് കമ്പനി നടത്തുന്നവരാ. അവിടെ വായിച്ചത് എന്താ? അവർ സബദിയെ, അപ്പനെ എന്ത് ചെയ്തു? കൂലിക്കാരോടുകൂടെ വിട്ടു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന 2 കാര്യങ്ങളുണ്ട്. അത് ഞാനൊന്നുകൂടെ പറയാം. പത്രോസിനെ അന്ത്രയോസിനെ വിളിച്ചപ്പോൾ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. യാക്കോബിനോടും യോഹന്നാനോടും അതാണോ പറഞ്ഞേ? ആണോ? അവരുടെ ജോലി എന്തായിരുന്നു? വല നന്നാക്കുന്ന ജോലിയാണ്. അവരെ വിളിച്ച് ആ ജോലി തന്നെയാ യോഹന്നാന് കൊടുത്തത്, മെൻഡിങ് ദ ഷീപ്പ്. നിങ്ങൾക്കൊരു പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 5 പേർ ചേർന്ന പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്ന ഫിഷിംഗ് കമ്പനിയുടെ നടത്തിപ്പുകാരായി ഇവർ 5 പേരും യേശുവിൻ്റെ ശിഷ്യന്മാരായി തീർന്നു എന്നുള്ളത് ശരിയാണ്. ഇനി ഇവരുടെ സ്വഭാവത്തിൻ്റെ വ്യത്യാസം, പത്രോസിൻ്റെ സ്വഭാവവും യോഹന്നാൻ്റെ സ്വഭാവവും. പത്രോസിൻ്റെ സ്വഭാവം നമ്മൾ ചിന്തിക്കുന്ന എടുത്തിയാട്ടക്കാരനാണെന്ന അല്ല. അവൻ ഞാങ്ങണയുടെ സ്വഭാവം, ആടി പോകുന്നവനാണ്. ഈ ആടി പോകുന്നവനെ ദൈവം എന്ത് ചെയ്തു? പാറയാക്കി മാറ്റി. മനസ്സിലായോ? ആടി പോകുന്നവനെ ദൈവം എന്ത് ചെയ്തു? യേശു എന്ത് ചെയ്തു? പാറയാക്കി. അവൻ്റെ പേരും മാറ്റി. അവൻ അത്തരത്തിലുള്ള പ്രവൃത്തിയും അവനിലുണ്ടാകാൻ യേശു ചെയ്തു. എന്നാൽ യോഹന്നാൻ എങ്ങനെ ആയിരുന്നു അറിയാമോ? യോഹന്നാൻ എങ്ങനെയായിരുന്നു? യോഹന്നാനായിരുന്നു എടുത്തിയാട്ടക്കാരൻ. സംശയമുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 49-50 വാക്യം ഒന്ന് വായിച്ചേ. നാഥ, ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കായികയാൽ അവനെ വിരോധിച്ചു എന്ന് യോഹന്നാൻ പറഞ്ഞതിന് യേശു അവനോട്, വിരോധിക്കരുത്, നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ യോഹന്നാന്റെ സ്വഭാവം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. യോഹന്നാൻ ആരായി അധികാരം കൊടുത്തത്? യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നതിനെ കണ്ടിട്ട് നീ ഇനി ഞങ്ങളോട് വരണ്ടെന്ന് പറഞ്ഞു. ചിലരങ്ങനെയല്ലേ? പാസ്റ്റർ അറിയാതെ തന്നെ പല കാര്യങ്ങളങ്ങ് നടപ്പിലാക്കും. പാസ്റ്റർ അറിയാതെ തന്നെ ഒരാലോചന പോലും ചോദിക്കത്തില്ല. ചോദിക്കാതെ തന്നെ എന്ത് ചെയ്യും? അവർ നടപ്പാക്കും. ഈ യോഹന്നാൻ യേശുവിനോട് ചോദിച്ചോ?
നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്ന അവർ ഞങ്ങളുടെ കൂടണമെന്ന് പറഞ്ഞു. അവർ കൂടത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും ഞങ്ങളുടെ കൂടെ വരണ്ട. ഒറ്റ അടിക്കുക. പുള്ളി തീരുമാനിച്ചതിന് ശേഷമാണ് യേശുവിനോട് പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായോ? എടുത്ത് ചാടി തീരുമാനമെടുക്കുക. തീരുമാനമെടുത്തതിന് ശേഷമാണ് യേശുവിനോട് പറയുന്നത്. അങ്ങനെയാണോ വേണ്ടി? ഗുരുവിന് പിൻപേ പോകുന്നവർ, ഗുരുവിൻ്റെ കൂടെ നടക്കുന്നവർ, ശിഷ്യരായിരിക്കുന്നവർ ചെയ്യേണ്ടത് എന്താ? ഗുരു പറയുന്നതനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഇത് പുള്ളി എടുത്ത് ചാടി തീരുമാനമെടുത്ത് അവരെ എന്ത് ചെയ്തു? പറഞ്ഞു വിട്ടു അല്ലേ? ഇത്തരത്തിൽ സ്വഭാവമുള്ളവരെയും യേശു എങ്ങനെ മാറ്റിയെടുക്കുന്നു എന്നൂടെ ചിന്തിച്ചോണം. ഇനി അതിൻ്റെ 54 വാക്യം. അത് അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവെ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്നും തീ ഇറങ്ങി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. യോഹന്നാന്റെ സ്വഭാവത്തിന് മാറ്റം വന്നോ ഇല്ലയോ? വന്നോ? പറഞ്ഞേ, വന്നോ ഇല്ലയോ? ആരും ഒന്നും മിണ്ടാത്ത. വന്നോ? വന്നു. ഇപ്പൊ യേശുവിൻ്റെ സമ്മതം ചോദിച്ചോ? നോക്കിയേ, അങ്ങനല്ലേ വായിച്ചേ? ഏലിയാവ് ചെയ്തതുപോലെ തീ ഇറക്കി അവരെ നശിപ്പിക്കട്ടെ എന്നെന്ത് ചെയ്തു? അത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. കാരണം അത് പുള്ളിക്ക് ചെയ്യാൻ പറ്റാത്തവരോടായിരിക്കാം. അത് മനസ്സിലായി? നിങ്ങൾ ആലോചിച്ച്, ഇതിനെയാണ് യേശുവിൻ്റെ കൂടെ ഓരോരുത്തരും കൂടുമ്പോൾ അവരറിയാതെ അവരിൽ എന്തുണ്ടാകുന്നു? മാറ്റമുണ്ടാകും. അങ്ങനെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഞാനിപ്പോൾ അത് പറയാൻ താല്പര്യപ്പെടാത്തതുകൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞങ്ങ് പോകാം. യേശു തൻ്റെ സ്നേഹത്തിലൂടെ യോഹന്നാനെ മാറ്റിയെടുത്തു. എടുത്തുചാടി തീരുമാനമെടുക്കുന്നവൻ അതിൽ നിന്ന് ഒരുപടിയൂടെ വളർന്ന് യേശുവിൻ്റെ അനുവാദം ചോദിക്കുന്ന പരുവത്തിലെത്തി. ബാക്കിയുള്ളത് എൻ്റെ പ്രസംഗ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്. ഒടുവിൽ അവൻ ആരായി തീർന്നു? യേശുവിൻ്റെ നെഞ്ചോട് ചായുന്ന സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായി അവൻ മാറി. ഈ മാറ്റമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെയാണ് പത്രോസ് പറയുകയാണ്, പത്രോസിനെ പാറയാക്കി. അവൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത ഒത്തിരിയുണ്ട്, പോട്ടെ, അതല്ല. അവൻ പറയുന്നത് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം. പത്രോസ് വിദ്യാഭ്യാസമുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ തർക്കവിഷയത്തിലേക്ക് അല്ല, ദൈവത്താലുള്ള ജ്ഞാനം പ്രാപിച്ച വ്യക്തിയായതുകൊണ്ടാണ്. പത്രോസിൻ്റെ ലേഖനം വായിച്ചു നോക്കണം. അവിടെ വരാനുള്ള സംഭവത്തെക്കുറിച്ചൊക്കെ വലിയ വെളിപ്പാടാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇവിടെ താൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിക്കുവാൻ താല്പര്യപ്പെടുന്നത്. സ്കോലിയോസസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് താൻ വക്രത എന്നുള്ള വാക്കിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വക്രത എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ അല്ലാത്തത്, വളഞ്ഞത്, അല്ലേ? ഇതൊക്കെയാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ തലമുറയെക്കുറിച്ച് എന്താ പറയേണ്ടത്? ഇത് വക്രതയുള്ള തലമുറയാ, ആണോ അല്ലയോ? പക്ഷെ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. തലമുറ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിത്രം ആരെയാ? നമ്മുടെ പിള്ളേർ. അവിടെയാണ് നമ്മൾ തെറ്റിയത്. പത്രോസ് പറയുന്ന ഈ തലമുറ ഞാൻ ഉൾപ്പെട്ട തലമുറയാ. മറന്നു പോകരുത്. തലമുറ എന്ന് പറയുമ്പോൾ എല്ലാ പ്രസംഗങ്ങളും പിതാക്കന്മാരോടും മാതാക്കന്മാരോടും ഉള്ളതല്ല എന്നുള്ള ചിന്തയിൽ ഇവിടെ ഇരിക്കരുത്. തലമുറ എന്ന് പറയുമ്പോൾ അത് എന്നെയും കൂടി ചേർന്നുള്ളതാണെന്നുള്ള തിരിച്ചറിവ് ഇന്നുണ്ടാകണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പണ്ട് കാലത്തെ രീതിയാണോ ഇന്ന്? ആണോ? വക്രത, സ്കോലിയാസിസ് എന്ന് പറയുന്ന ആ ഗ്രീക്ക് പദത്തിന് 4-5 അർത്ഥങ്ങളുണ്ട്. എല്ലാം പറയാൻ സമയമില്ല. ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് അഴിച്ചെടുക്കാനാവാത്ത വിധം കുരുങ്ങിപ്പോയത്. വക്രത എന്നുള്ള ആ വാക്കിന്റെ ഗ്രീക്ക് ഭാഷാന്തരമാണ് സ്കോലിയോസിസ് എന്ന് പറയുന്നത്. അഴിച്ചെടുക്കാനാവാത്ത വിധം കുരുങ്ങിപ്പോയത്. നിങ്ങളറിയാം, കയറ്, ടൊയിന്, നൂല് ഒക്കെ എന്ത് ചെയ്യും? കുരുക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെന്താണ്?
എവിടുന്ന് പിടിച്ചാലും എന്ത് ചെയ്യും? വീണ്ടും കുരുങ്ങിക്കൊണ്ടിരിക്കും. ഇന്നത്തെ തലമുറ, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന തലമുറ എവിടെയൊക്കെ കുരുങ്ങിക്കിടപ്പുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ സ്വശോധന ചെയ്യണം. വാട്സാപ്പിൽ കുരുങ്ങി കിടക്കുന്നവരില്ലേ? ഫേസ്ബുക്കിൽ കുരുങ്ങി കിടക്കുന്നവരില്ലേ? സോഷ്യൽ മീഡിയയിൽ കുരുങ്ങി കിടക്കുന്നവരില്ലേ? ഞാൻ ഇതിനൊന്നും എതിരല്ല, അത് വേണമെന്ന് പറയുന്ന കൂട്ടത്തിലാണ്. എന്നാൽ നമ്മളുടെ മൊബൈലിൽ അതിൽ കുരുങ്ങിക്കിടക്കുന്നവരില്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താ? പണ്ട് ബൈബിൾ എടുത്ത് വേദഭാഗം വായിക്കുമായിരുന്നു, അല്ലെ ഒരു പാട്ടുപാടി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുമായിരുന്നു, അല്ലെങ്കിൽ ചടങ്ങിനെങ്കിലും ഒരു പ്രാർത്ഥന നടത്തുമായിരുന്നു. ഇന്ന് എഴുന്നേറ്റാൽ ഉടനെ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന തലമുറ നോക്കുന്നത് മെസ്സേജുകളും നോട്ടിഫിക്കേഷനും കോളുകളുമല്ലേ? അഴിച്ചെടുക്കാനാവാത്ത വിധം കുരുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പത്രോസ് വിളിച്ചു പറയുന്ന വാക്ക് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നു: വക്രതയുള്ള ഈ തലമുറയിൽ നിന്ന് വേർപെട്ടോണം, അതിൽ നിന്ന് രക്ഷിക്കപ്പെടണം. പണ്ടിതൊന്നും ഇല്ലായിരുന്നല്ലോ. ഈ വാട്സപ്പ് എന്നാ വന്നത്? ഫേസ്ബുക്ക് എന്നാ വന്നത്? സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എന്നാ വന്നത്? ഞാൻ നിങ്ങളോട് പറയും, എഴുന്നേറ്റ് കഴിഞ്ഞ് 1 മണിക്കൂറെങ്കിലും കഴിയാതെ ഇത് നോക്കരുത്. കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഇത് നിർത്തിക്കോണം. ഇല്ലേ നിനക്കുണ്ടാകാൻ പോകുന്ന രോഗങ്ങളുടെ എണ്ണം ഞാൻ വിവരിച്ചു വരാൻ ഇപ്പൊ സമയമില്ല. വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. കുരുങ്ങിയാൽ അഴിച്ചെടുക്കുവാൻ ബുദ്ധിമുട്ടാ. അഴിച്ചെടുക്കാനാവാത്ത വിധം കുരുങ്ങിപ്പോയവരെന്നെ കേൾക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതിൽ നിന്ന് രക്ഷപ്പെട്ടോണം. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് നിവർക്കാനാവാത്ത വിധം വളഞ്ഞുപോയത്. അതൊരു മെഡിക്കൽ ടെർമിനോളജിയാണ്. ഡോക്ടർമാര് നട്ടെല്ല് വളഞ്ഞ വ്യക്തികളെ കുറിച്ച് പറയുന്ന ഒരു വാക്കാണ് സ്കോലിയോസിസ്. അവന്റെ നട്ടലിനെ കുറിച്ച് പറയുന്നത് അതെന്താണ്? അത് വളഞ്ഞു പോയതാ, അതിന് എന്താ പറ്റില്ല, നേരെയാക്കുവാൻ പറ്റില്ല. എന്നാൽ ഇന്ന് ഞാൻ പറയട്ടെ, ചിലതിനെ ഒന്നും നേരെയാക്കുവാൻ കഴിയുകയില്ല എന്ന് റൈറ്റ് ഓഫ് ചെയ്ത ചില വ്യക്തി ജീവിതങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, അവനെയും നേരെയാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. യേശുവിൻ്റെ അടുക്കൽ കൂനിയായ ഒരു സ്ത്രീ വന്നു. അവൾ ജന്മനാ കൂനിയായി പോയതാ. ഡോക്ടർമാരുടെ ഭാഷയിൽ നിവർക്കുവാൻ കഴിയാതെ വണ്ണം വളഞ്ഞുപോയ നട്ടലുള്ള സ്ത്രീയാ. യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവളുടെ കൂനിനെ ക്ഷണത്തിൽ അവൻ മാറ്റി. നിവർക്കാനാവാത്ത വിധം വളഞ്ഞുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കുവാൻ, നിവർക്കുവാൻ കഴിയുന്ന ഒരു ശക്തിയേ ഉള്ളൂ. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. വളഞ്ഞ വഴിയിലൂടെ പോയ എത്രയോ ആളുകളുണ്ട്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഞാൻ ഡി അഡിക്ഷൻ സെന്ററിൽ ക്ലാസ് എടുക്കുന്നതുകൊണ്ടായി പറയുന്നത്. അവിടെ വരുന്ന ആളുകൾ പലതരത്തിലുള്ളവരാ. 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും 12 വയസ്സും 20 വയസ്സും എന്തിനാ പ്രായമുള്ളവർ വരെ ഉണ്ട്. കുടുംബസ്ഥരായവരുണ്ട്. മയക്കുമരുന്നിനും മദ്യത്തിനും ഒക്കെ അടിമപ്പെട്ടവർ, കുരുങ്ങിക്കിടക്കുന്നവർ, നിവർക്കാനാവാത്ത വിധം വളഞ്ഞുപോയ ചില ജീവിതങ്ങൾ. അവരുമായി ഇടപഴകുന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിനെ മാറ്റിയെടുക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. യേശുവിൻ്റെ സ്നേഹത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഞാനൊരു പവർഫുൾ ടൂൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏത് മാറ്റാൻ കഴിയാത്തവനെയും മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു പവർഫുൾ ടൂൾ ഉണ്ടെങ്കിൽ അത് സ്നേഹമാണ്. ആ സ്നേഹം തന്ന അവൻ നമ്മെ വീണ്ടെടുത്തത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എത്ര കാഠിന്യമുള്ള ഹൃദയമുള്ള വ്യക്തികളെയും സ്നേഹത്താൽ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും. പരീക്ഷിച്ചു നോക്ക്.
സ്നേഹത്തിനോട് നോ പറയുവാൻ ആർക്കും കഴിയത്തില്ല. ഇന്നു മുതൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. സ്നേഹം കൊടുത്ത് ആളുകളെ നേടുവാൻ ശ്രമിക്കുക. അതുവഴി അങ്ങ് പോകരുത്. നിവർക്കാനാവാത്ത വിധം വളഞ്ഞു പോയതിനെ നേരെയാക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും. മറ്റൊരർത്ഥം ഇങ്ങനെയാണ്: ഉപയോഗിക്കാനാവാത്ത വിധം ചീത്തയായി പോയത്. ഉപയോഗിക്കാനാവാത്ത വിധം ചീത്തയായി പോയത്. എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ തലമുറ നമ്മൾ ഇന്നും വായിക്കുന്നില്ലേ? മക്കളുള്ളതും ഇല്ലാത്തതും ഒക്കെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാ? പണ്ടുകാലത്ത് കൗൺസിലിങ്ങിൽ, ഡ്രഗ് ട്രാഫിക്കിങ്ങിൽ ആൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഡ്രഗ് ട്രാഫിക്കിങ്ങിന്റെ ഏജൻസ് എന്ന് പറയുന്നത് 20 വയസ്സിന് താഴെയുള്ള പിള്ളേരാ. ഞാൻ ചിലതിനെ ചില സ്കൂളിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ്റെ ഏജന്റാ. എവിടെയാ നാം നിൽക്കുന്നത്? എവിടെയാ നാം നിൽക്കുന്നത്? പത്രത്തിലും പലതിലും നാം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂതനമായ ആശയങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രവൃത്തികളിലൂടെ ആളുകളിൽ ഇത് എത്തിക്കുന്ന ഒരു സംവിധാനം. കഴിഞ്ഞ ദിവസം ഒരു മുന്നറിയിപ്പ് വന്നു, കുട്ടികൾ മിഠായി തിന്നുന്നത് ശ്രദ്ധിച്ചോണമെന്ന്. എന്തിനു വേണ്ടി? ഈ മിഠായി കഴിച്ചെങ്കിലേ സുഖമുള്ളൂ, ഈ ഐസ്ക്രീം കഴിച്ചെങ്കിലേ സുഖമുള്ളൂ, ആ കടയിൽ വിൽക്കുന്ന കേക്ക് കഴിച്ചെങ്കിലേ സുഖമുള്ളൂ. അഴിച്ചെടുക്കാനാവാത്ത വിധം കുരുക്കുവാൻ അനേകർ വെമ്പൽ കൊണ്ടിരിക്കുക. പത്രോസ് ഇതൊന്നും കണ്ടിട്ടല്ല എഴുതിയത്. ഉപയോഗിക്കാനാവാത്ത വിധം. പലരും എൻ്റെ മോളെന്നും എൻ്റെ മോനെന്നും പറയുവാൻ ഇനി ഞാൻ ലജ്ജിക്കുന്നു എന്ന് പറയുന്ന സാഹചര്യങ്ങളില്ലേ? എൻ്റെ അപ്പനെന്നും അമ്മയെന്നും പറയുവാൻ ലജ്ജിക്കുന്നു എന്ന് പറയുന്ന മക്കളില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പത്രോസ് ഈ തലമുറ എന്ന് പറയുമ്പോൾ അത് 25 വയസ്സിന് താഴെയുള്ള പിള്ളേരായിട്ട് ആരും കാണരുത്. ഉപയോഗിക്കാനാവാത്ത വിധം ചീത്തയായി പോയ സംഗതികൾ. അതുകൊണ്ടാണ് ഞാൻ യെരമ്യാവിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിച്ചത്. എന്താണ് അവിടെ പറയുന്നു? കുശവൻ പാത്രമുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ്റെ കയ്യിൽ അത് ചീത്തയായിപ്പോയി. വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളോട് വിവരിച്ചു പറഞ്ഞു. ഇത്തരത്തിലുള്ള ഏതെങ്കിലും തലങ്ങളിലുള്ള ആളുകളെ കാണുമ്പോൾ നമുക്കവരോട് ഘോഷിക്കുവാനുള്ള വലിയൊരു സദ്വർത്തമാനമുണ്ട്. നീ ചീത്തയാകുന്ന കുശവന്റെ കയ്യിലായിരിക്കട്ടെ. നീ ചീത്തയാകുന്നത് കുശവന്റെ കയ്യിൽ വെച്ചായിരിക്കട്ടെ. യെരമ്യാവ് അറിയപ്പെടുന്ന പ്രവാചകനാ. പ്രവാചകനായ തനിക്കിനി എന്തോ പഠിക്കാനാ ഉള്ളത്? വല്ലതും പഠിക്കാനുണ്ടോ? ദൈവം അംഗീകരിച്ച, ജനങ്ങൾ അംഗീകരിച്ച പ്രവാചകനാണ് യെരമ്യാവ്. തനിക്കിനി ഒന്നും പഠിക്കാനൊന്നുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ കുശവന്റെ വീട്ടിലേക്ക് പോകണം. കുശവന്റെ വീട്ടിലേക്കുള്ള വഴി അത്ര നല്ല കാര്യമൊന്നുമല്ല. കുശവന്റെ വീട്ടിലേക്ക് പോയാൽ ഇട്ടുകൊണ്ടിരിക്കുന്ന അതേ വസ്ത്രത്തോടെ മടങ്ങി വരാൻ പറ്റുകയില്ല. പറ്റുമോ? പറഞ്ഞേ. ഇല്ല. കുശവന്റെ അടുത്ത് എന്നാ ദൂരെ നിന്നാണോ പഠിക്കേണ്ടത്? അല്ല. പിന്നെ അടുത്ത് വേണം. അടുത്ത് എന്നാനുള്ള കുഴപ്പം എന്താ? ഇവൻ ആ ചക്രത്തേൽ കളിമണ്ണ് വെച്ചിരിക്കുക. ഇവനത് കറക്കുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഇവിടെ മറ്റു പിടിച്ചിരിക്കുന്നതെല്ലാം എന്ത് ചെയ്യും? അതിങ്ങനെ തെറിക്കും. പ്രവാചകൻ എന്നുള്ള ലേബൽ ഉണ്ടെങ്കിലും നിന്നെ ദൈവം അയക്കുന്ന സ്ഥാനത്ത് വസ്ത്രത്തിൽ അഴുക്ക് പറ്റിയാലും
പഠിക്കുവാനുള്ള മനസാന്നിധ്യം നീ കാണിക്കണം. എൻ്റെ വസ്ത്രത്തിൽ അഴുക്ക് പറ്റും, പ്രവാചകനായ ഞാൻ ഇനി എന്തോ പഠിക്കാനാണ് എന്നാരും ചിന്തിക്കരുത്. നാം ഈ സുവിശേഷത്തിൻ്റെ ദൈവവചനത്തിൻ്റെ ഏതറ്റം വരെ പഠിച്ചാലും ഇനിയും പഠിക്കുവാൻ ഒത്തിരി ഇതിലുണ്ട്. അത് ചിന്തിച്ചോണം. അതായിരിക്കണം എപ്പോഴും നമ്മിലുണ്ടായിരിക്കേണ്ടത്. ഞാൻ എന്താണ്, ഒരു പഠിതാവ് മാത്രമാണ്. ഇനിയും ഈ ആഴത്തിൽ ഒത്തിരി മുത്തുകൾ പിറക്കിയെടുക്കുവാനുണ്ട്. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ എനിക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. സമുദ്രത്തിൽ അലയടിക്കുന്ന തിരമാലകളാൽ കരയിലേക്ക് തെറിച്ചു വീണ ചില മുത്തുകൾ മാത്രമേ ഞാൻ പെറുക്കിയെടുത്തിട്ടുള്ളൂ. ഇനി ഈ ദൈവജനത്തിന്റെ ആഴങ്ങളിൽ അനേക മുത്തുകൾ കിടപ്പുണ്ട്. അത് പിറക്കുവാനുള്ള താല്പര്യമായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അവിടെ നാം വായിച്ചത് എന്താണ്? കുശവനിങ്ങനെ പാത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കുക. പാത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരുന്ന സമയത്ത് അത് അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. ഒരു കാര്യം നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നാം അവൻ്റെ കയ്യിൽ ചീത്തയായാൽ അവൻ അതിനെ മറ്റൊരു പാത്രമാക്കി മാറ്റും. ചില ജീവിതങ്ങളെ നോക്കിയിട്ട് പറ, അവനെ ഞാൻ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. അഴിച്ചെടുക്കാനാവാത്ത വിധം കുരുങ്ങിപ്പോയ ചില ജീവിതങ്ങളെ നോക്കി പറ, ഈ വ്യക്തിയെ, ഈ മകനെ, ഈ മകളെ ഞാൻ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അവൻ ചീത്തയാകുന്നെങ്കിൽ അങ്ങയുടെ കരത്തിൽ വെച്ചാകട്ടെ. അങ്ങയുടെ കരത്തിൽ വെച്ച് ചീത്തയായാൽ അവൻ അതിനെ മറ്റൊരു പാത്രമാക്കി മാറ്റും. ആ ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത്. നമ്മുടെ കയ്യിൽ വെച്ച് ചീത്തയായാൽ നമുക്കതിനെ നേരെയാക്കുവാൻ കഴിയുകയില്ല. പല കുടുംബങ്ങളും നേരിടുന്ന പ്രശ്നം എന്താണ്? കുഞ്ഞുങ്ങളെ നേരെയാക്കുവാൻ അവർ കഴിയുന്നില്ല. ഒരു തലമുറയെ നേരെയാക്കുവാൻ അവർ കഴിയുന്നില്ല. അവർ തന്നെ എന്താണ്, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ട് എന്ത് ചെയ്തു? നടക്കുന്നില്ല. നമുക്കൊരു കൂട്ടൊരാളുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. ആരാന്നറിയാമോ? അബ്രഹാം വീട്ടിൽ 2 സഹോദരിമാർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ പുള്ളിക്ക് കഴിഞ്ഞില്ല. അവസാനം ഒരു സഹോദരി എന്ത് ചെയ്തു? വീട് വിട്ടോടി. ശരിയാണോ? സാറായും ഹാഗാറും. അബ്രഹാം പ്രശ്നപരിഹാരകനായി മധ്യസ്ഥയൊക്കെ നിന്നതാ, പക്ഷെ പറ്റിയില്ല. ഒരു ദിവസം രാവിലെ അവളെന്ത് ചെയ്തു? ഇറങ്ങി ഓടി. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്, യഹോവയായ ദൂതൻ അവൾക്ക് വെളിപ്പെട്ടു. അവളെ സംബോധന ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സാറായുടെ ദാസിയായ ഹാഗാറെ എന്നാ വിളിച്ചത്. ദൈവം നമ്മെ ആക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയായിരിക്കണം. നീ ഇറങ്ങി ഓടിയാലും ദൂതൻ ഇറങ്ങി വന്ന് നിന്റെ ഭവനത്തിലെ ചില പ്രശ്നങ്ങൾ പരിഹരിച്ചു തരും. ഞാനത് പറയാൻ വന്നതല്ലെങ്കിലും ദൈവാത്മാവ് പറഞ്ഞതുകൊണ്ടാ. നമുക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയങ്ങളെ അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ അവൻ ദൂതനെ അയച്ച് നമ്മുടെ ഭവനത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തും. അത് ഒരു ചെവി ഇരു ചെവി അറിയത്തില്ല. അബ്രഹാമിന്റെ വീട്ടിലെ പ്രശ്നം നാട്ടുകാരറിഞ്ഞില്ല. അതിനു മുമ്പേ ദൂതനെ ഇറക്കി അവിടെ പരിഹാരമുണ്ടാക്കി. നമ്മുടെ ഓരോ കാര്യങ്ങളിലും അവൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട് എന്നുള്ളത് മറന്നുപോകല്ലേ. 91 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് എന്താണ്? നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ ദൂതന്മാരോട് കൽപ്പിക്കും. ഒരാളാണോ? അല്ല, ദൂതന്മാരോട് കൽപ്പിക്കും. ദൂതന്മാരോട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ദൂതൻ എന്തെല്ലാം ജോലിയാ അല്ലേ? വീട്ടിൽ പ്രാർത്ഥന വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് ദൂതനാ ആണോ? പറഞ്ഞേ. ഈ പല ആളുകൾക്ക് വീട്ടിൽ പ്രാർത്ഥന വെക്കുന്നത് ഇഷ്ടമല്ല. എന്താ കാര്യം? ഈ കസേര പിടിച്ച് മാറ്റണം, ഡൈനിങ് ടേബിൾ മാറ്റണം, പിന്നെ ഇവിടെ എല്ലാം വൃത്തിയാക്കണം. ഞാൻ പറഞ്ഞ വർഷത്തിൽ ഒരിക്കലെങ്കിലും ആ വീട് മൊത്തമായ ഒന്ന് ക്ലീൻ ആകുമല്ലോ.
അതിനു വേണ്ടിയെങ്കിലും ഒരു പ്രാർത്ഥന നടത്തണം. മനസ്സിലായോ? ഈ ദൂതന്റെ ജോലി എന്തുവാ? ഞാൻ പലപ്പോഴും ചിന്തിച്ചു, വീട്ടിലൊരു പ്രാർത്ഥന നടത്തണമെങ്കിലും ദൂതൻ പറയണം. ദൂതൻ പറഞ്ഞു, നിന്റെ വീട്ടിലൊരു പ്രാർത്ഥന നടത്തണം, പ്രസംഗിക്കാൻ ഇന്നാരെ വിളിക്കണമെന്നും പറഞ്ഞു. അയ്യോടാ, ആരുടെ വീട്ടിലാ? കൊർന്നല്യോസിന്റെ വീട്ടിൽ അല്ലേ? കൊർന്നല്യോസിന് ആരാ പ്രത്യക്ഷനായ? ദൂതൻ പ്രത്യക്ഷനായി. നീ എന്ത് ചെയ്യണം? പത്രോസിനെ വിളിച്ച് ഇവിടെ ഒരു കോട്ടേജ് മീറ്റിംഗ് നടത്തണമെന്ന് പറഞ്ഞു. ശരിയാണോ? പറഞ്ഞേ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? നമ്മുടെ ഓരോ ചലനങ്ങളിലും എൻ്റെ ദൈവത്തിൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ട്. അത് മറന്നു പോകരുത്. അതിനെ നിസ്സാരവൽക്കരിക്കരുത്. മനസ്സിലായോ? ഏതിനാ ദൂതൻ വരാത്തത്? പറഞ്ഞേ, ഏത് കാര്യത്തിനാ ദൂതൻ വരാത്തത്? നിന്നെ തടവിലിട്ടാൽ നോക്കി നിൽക്കുന്ന ദൂതനല്ല. നീ തടവിലായെന്നുള്ളത് ശരിയാ. താഴുപോലും പൊളിക്കാതെ നിന്നെ വെളിയിലാക്കുവാൻ ദൂതന് കഴിയും. നിനക്ക് കാവൽ നിൽക്കുന്നവർ പോലും അറിയത്തില്ല. നിന്നെ തുറിച്ചു നോക്കുന്ന അയൽക്കാരാ ചുറ്റുമുള്ളത്, അവർ പോലും അറിയാതെ നിന്നെ രക്ഷപ്പെടുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങും. നിന്നെ രക്ഷപ്പെടുത്തണമെങ്കിൽ അവൻ തന്റെ ദൂതനോട് കൽപ്പിക്കും. ഈ ദൂതൻ ആ ജോലി മാത്രമല്ല ഉള്ളത്. നിന്നെ തടവിലിടാൻ കാരണക്കാരനായവനെ ഒറ്റത്തട്ട് 12-ാം അധ്യായത്തിൽ അവൻ എന്ത് ചെയ്തു? കൃമിക്ക് നമ്മൾ വല്ലതും ചെയ്യണോ? നമ്മൾ വല്ലതും ചെയ്യണോ? നമുക്കെതിരെ വരുന്ന ശത്രുവിനെ നമുക്ക് നേരിടാൻ പറ്റത്തില്ല. അത് അംഗീകരിക്കേ. അത് യഹോവ ഒരു ദൂതനെ അയച്ചാൽ, ദൈവം ഒരു ദൂതനെ അയച്ചാൽ അതവിടെ നടന്നിരിക്കും. ഞാൻ എൻ്റെ വായിച്ച വേദഭാഗത്ത് നിന്ന് മാറിപ്പോകുന്നു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെട്ടിരിക്കാൻ പറയുമ്പോൾ അവിടെ പറയുന്നത് നാം എന്തായതുകൊണ്ടാ വേർപെട്ടിരിക്കേണ്ടത്? അതാ നാം ലേവ്യ പുസ്തകത്തിൽ വായിച്ചത്. അവൻ നമ്മെ തനിക്കായി വേർതിരിച്ചിരിക്കുക. അങ്ങനെയല്ലേ വായിച്ചത്? ലേവ്യ പുസ്തകം, നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. ഈ തലമുറയിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചിരിക്കുക. വക്രതയുള്ള തലമുറയിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചിരിക്കുക. എന്തിനു വേണ്ടി? പറഞ്ഞേ. എനിക്ക് കൊള്ളാവുന്നവരാകേണ്ടതിന്, എന്നോടുകൂടെ എപ്പോഴും ഇരിക്കേണ്ടതിന്. അതൊരു പദവിയല്ലേ? അത് പദവിയല്ലേ? ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടാൽ മതിയോ? അല്ല. അവനോടുകൂടെ എപ്പോഴും ഇരിക്കേണ്ടതിന് അവൻ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുക. അപ്പോൾ നാം എന്ത് ചെയ്യണമെന്ന് 21-ാം അധ്യായത്തിൽ നാം വായിച്ചു. എന്താണ്? നാം എങ്ങനെയുള്ളവരാ? ദൈവത്തിൻ്റെ അഭിഷേക തൈലമായ സംസ്കാരം നമ്മുടെ മേലുണ്ട്. The crown of anointment, anointing oil of his God. നമ്മിൽ എന്തുണ്ട്? അഭിഷേകത്തിന്റെ കിരീടം അവൻ നമ്മുടെ തലയിൽ വെച്ചിരിക്കുക. എന്താ കാരണം? നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ വേർതിരിച്ചതാ. എവിടെ നിന്ന്? വക്രതയുള്ള തലമുറയിൽ നിന്ന് ഞാൻ നിങ്ങളെ വേർതിരിച്ചതാ. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കണം. എനിക്കുള്ളവരായിരിക്കണമെന്ന് പറയുക മാത്രമല്ല, അവൻ നമ്മുടെ തലമേൽ അഭിഷേകത്തിന്റെ കിരീടവും വെച്ചാ നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത്. അഭിഷേകത്തിന്റെ കിരീടവുമായി എവിടെങ്കിലുമൊക്കെ പോകാൻ പറ്റുമോ? പറഞ്ഞേ. പറ്റത്തില്ല. അത് പോകേണ്ട സ്ഥലങ്ങളുണ്ട്. അവിടെ മാത്രമേ അതുകൊണ്ട് പോകാൻ പറ്റുകയുള്ളൂ. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വക്രതയുള്ള തലമുറയിൽ നിന്ന് അവന് വേണ്ടി നമ്മെ വേർതിരിച്ചിരിക്കുക. അവന് വേണ്ടി നമ്മെ വേർതിരിച്ചിരിക്കുക. വേർതിരിക്കുക മാത്രമല്ല, അഭിഷേകത്തിന്റെ തങ്ക കിരീടത്തെ അവൻ നമ്മുടെ തലമേൽ വെച്ചിരിക്കുക. നാം വിശുദ്ധ ജനമായി ആയിരിക്കേണ്ടതിന്. നാം ആരായിരിക്കാൻ വേണ്ടിയാ? അവന് വിശുദ്ധ ജനമായിരിക്കാൻ വേണ്ടി. അങ്ങനെയാണോ?
അങ്ങനെയാണോ നമ്മുടെ അവസ്ഥ? നാം പോകുന്ന സ്ഥാനങ്ങളിൽ, നാം ഇടപെടുന്ന വ്യക്തികളുമായി ഒക്കെ ഇടപെടുമ്പോൾ ഈ അഭിഷേകത്തിൻ്റെ കിരീടത്തിൻ്റെ ശോഭ കെടുത്തുന്ന വാക്കും പ്രവൃത്തിയും എന്നിലുണ്ടോ? എൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന അഭിഷേകത്തിൻ്റെ കിരീടത്തിൻ്റെ, അഭിഷേകമാകുന്ന കിരീടത്തിൻ്റെ ശോഭ കെടുത്തുന്ന എന്തെങ്കിലും എൻ്റെ പ്രവൃത്തിയിലുണ്ടോ, എൻ്റെ വാക്കിലുണ്ടോ? നമ്മെ കാണുന്നവർ ആ കിരീടം കാണുന്നില്ല, എന്നാൽ നിന്റെ അഭിഷേകം നിന്നിൽ ഉള്ളതുകൊണ്ട് നീ അത് അനുഭവിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അഭിഷേകത്തിൻ്റെ കിരീടത്തിൻ്റെ പ്രവൃത്തി നമ്മിലുണ്ടാകട്ടെ. അതാ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ തലമുറയിൽ നിന്ന് വേർപെട്ടിരിക്കണമെന്ന് പറയുമ്പോൾ ഈ ലോകം വിട്ടു പോകണമെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. ആണോ? അല്ല. നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ലോകക്കാരെ പോലെ അല്ല. അവൻ നമ്മെ പ്രത്യേകമായി വിളിച്ചിരിക്കുകയാണ്. അവന് വേണ്ടി എന്തോ ഒരു പദവിയാണ് അത്. മനസ്സിലായോ? പദവി തരിക മാത്രമല്ല, ആ കിരീടവും, അഭിഷേകത്തിൻ്റെ കിരീടവും നമ്മുടെ തലയിൽ വെച്ചിരിക്കുകയല്ലേ. ഇത് പ്രാപിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 2 മക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുവൻ എന്ത് ചെയ്തു? അത് ഈ തലമുറയുടെ ഒരു പ്രത്യേകതയാണ്. ഇന്നത്തെ തലമുറയുടെ പ്രത്യേകത എന്താ? അവർക്കെല്ലാം സ്വയമേ അവ ചെയ്യണം, എല്ലാം സ്വയം തീരുമാനിക്കണം, എല്ലാറ്റിലും ആരുടെ അഭിപ്രായം വേണ്ട, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇതല്ലേ ഈ തലമുറ? അല്ലേ? ഇതല്ലേ ഈ തലമുറ? ഈ അപ്പൻ്റെ കൂടെ നിന്നാൽ എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. അങ്ങനെ എത്ര പേർ ഓരോ ഭവനങ്ങളെ വിട്ടു പോയിട്ടുണ്ട്. പണ്ട് ആൺകുട്ടികൾ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് പെൺകുട്ടികൾ അതിനൊട്ടും മോശമല്ല. എന്തെല്ലാം ഗൂഢതന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഓരോ കാര്യങ്ങൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തെന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും പേടിക്കുന്നത് കേരളത്തെയാണ്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ MDMA വിൽക്കുന്ന സ്ഥലം കൊച്ചിയാണ്. കേരളത്തിലെ കൊച്ചിയിൽ സ്കൂൾ മുതലാണ് അതിൻ്റെ തുടക്കം. സ്കൂൾ മുതൽ. നാം എവിടെയാണ് നിൽക്കുന്നത്? നമുക്ക് കരയാൻ തോന്നുന്നില്ലേ? നശിച്ചു പോകുന്ന തലമുറയിൽ നിന്ന് വേർപെട്ട് കിരീടം വെച്ചുകൊണ്ട് നടന്നാൽ മാത്രം പോരാ. ഈ നശിച്ചു പോകുന്നവരെ കുറിച്ചുള്ള ചിന്ത നമ്മെ ഭരിക്കട്ടെ. അവർക്ക് വേണ്ടി കരയുവാൻ, അവർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണീരൊഴുക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ദൈവം നമ്മെ ആദരിക്കും. ഇയ്യോബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ കഷ്ടത്തിന് മാറ്റം വരുത്തി. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വിടുതല. ആ ഒരു ചിന്ത നമ്മെ എപ്പോഴും ഭരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നമ്മെ ദൈവം വ്യത്യസ്തരാക്കി മുൻപോട്ട് പോകുന്നു. ഇവിടെ ഇളയ മകൻ എന്താ സംഭവിച്ചത്? അവൻ വീട് വിട്ടുപോയി. അവൻ ആഗ്രഹിച്ച നിലയിലുള്ള സ്വാതന്ത്ര്യമെല്ലാം അവൻ അനുഭവിച്ചു. പക്ഷെ ആ സ്വാതന്ത്ര്യത്തിനും പരിധിയുണ്ടെന്നും പരിമിതിയുണ്ടെന്നും അവൻ തിരിച്ചറിഞ്ഞു. എപ്പോഴും നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം നാം ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇതിലും മെച്ചമായ ഒരു സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിന് വേണ്ടിയാ. ഈ ഇളയ മകനും അത് തന്നെ ആഗ്രഹിച്ചത്. അപ്പൻ്റെ വീട്ടിനേക്കാൾ മെച്ചമായ ഒരു സ്വതന്ത്ര ജീവിതം അതെനിക്ക് അനുഭവിക്കാൻ കഴിയും. ഈ വീട് അതിന് തടസ്സമാ, ഈ അപ്പൻ അതിന് തടസ്സമാ, ഈ ചേട്ടൻ അതിന് തടസ്സമാ. അവൻ പോയി. പക്ഷെ അതിൻ്റെ പരിധിയും എത്തിയപ്പോൾ ഇനി മുന്നോട്ട് ഒരു ചുവട് പോലും വയ്ക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം തൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്തു? സുബോധം വന്നിട്ട്. അവിടെ ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ചെയ്ത പ്രവൃത്തിയെല്ലാം സുബോധം ഇല്ലാതിരുന്നില്ല എൻ്റെ അർത്ഥം. ഇപ്പോൾ അവൻ എന്ത് വന്നു?
സുബോധം വന്നു. ഞാൻ ഇവിടെ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഈ സംഭവം നടക്കുമ്പോൾ ചേട്ടനകത്തും അനിയൻ പുറത്തുമായിരുന്നു. പക്ഷേ വക്രതയുള്ള തലമുറയിലെ അവസ്ഥയിലേക്ക് പോയ ഈ ഇളയവൻ പിതാവിൻ്റെ സ്നേഹമോർത്ത് മടങ്ങി വന്നപ്പോൾ അനുജനകത്തും ചേട്ടൻ പുറത്തുപോയി. ശരിയാണോ? ശരിയാണോ? നമ്മൾ 10, 30, 40 വർഷമായി ഇവിടെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാഹളം കേൾക്കുമ്പോൾ കൈവിടപ്പെട്ടു പോയാൽ മുമ്പന്മാർ പലരും പിൻപന്മാരാകും, പിൻപന്മാർ പലരും മുമ്പന്മാരായിത്തീരും. മറന്നു പോകരുത്. ദൈവം ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല സ്വർഗം. ഉണ്ടോ? എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഇവിടെ പാസ്റ്റർമാർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നതേ ഉള്ളൂ. പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നതേ ഉള്ളൂ. അതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. നമുക്ക് സ്വർഗം നഷ്ടപ്പെട്ടാൽ ഈ 40 വർഷമോ 50 വർഷമോ 60 വർഷമോ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു എന്ന് പറഞ്ഞിട്ട് സ്വർഗം നഷ്ടപ്പെട്ടാൽ നമ്മുടെ അവസ്ഥ എന്തായിത്തീരും? ലോകത്തിന് നമ്മെ വേണ്ട. വേണോ? ലോകത്തിന് നമ്മളെ വേണ്ടാതാകും. ആ അവസ്ഥ ആർക്കും ഉണ്ടാകരുത്. ഇവിടെ എന്താ സംഭവിച്ചത്? അവൻ മടങ്ങി വന്നു. മടങ്ങി വന്നപ്പോൾ അപ്പൻ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ എന്താ സംഭവിച്ചത്? ചേട്ടനത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നിങ്ങളോടൊരു വീട്ടുകാര്യം പോലെ അത് പറയുമ്പോൾ, ഈ ഇളയവൻ പോയതിന് ശേഷം ഈ ചേട്ടൻ എന്നും രാവിലെ ഇവിടെ പോവും, വയലിൽ അധ്വാനിക്കാൻ പോവും. അവൻ അധ്വാനിക്കാൻ പോയിട്ട് വൈകിട്ട് വന്ന അപ്പനോട് പറയുന്ന വാക്കെന്തായിരിക്കും? പറഞ്ഞു. എല്ലാ ദിവസവും വൈകിട്ട് ഇവിടുത്തെ ഊണിന് മുമ്പുള്ള ചർച്ച എന്തുവാ? എന്നാലും എൻ്റെ അപ്പ അവൻ എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയല്ലോ, അല്ലേ? അപ്പനെ തിരികേറ്റുക. എന്താണ്? നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? അപ്പനെ തിരികേറ്റിക്കൊണ്ടിരുന്നു. എന്നാലും അപ്പ അവൻ ഇങ്ങനെ ചെയ്തല്ലോ. ഇത്രയും നാൾ ഈ വീട്ടിൽ അപ്പൻ്റെ മകനായിട്ട് താമസിച്ചിട്ട് അവൻ ഇതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയില്ലേ? എന്നാലും കഷ്ടമായിപ്പോയി. ഇത് പറയുമ്പോഴും ഇവൻ്റെ ആഗ്രഹം എന്തുവാ? ഞാൻ ഇത്ര അധ്വാനിച്ചിട്ട് എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നില്ലെന്ന്. ഞാൻ ഇത്ര അധ്വാനിച്ചിട്ടും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നില്ലെന്നുള്ള പരാതിയാണ്. നാം അകത്താണോ പുറത്താണോ? അകത്തുമല്ല പുറത്തുമല്ലാത്ത രീതിയില്ല. പക്ഷെ അവസാനം അനുജൻ വന്നപ്പോൾ എന്തായി? ക്ലിയറായി, പുറത്തായി. ഇതാകരുത്. അകത്താണെന്നുള്ള ചിന്തയിലാണ് നമ്മൾ പലപ്പോഴും ആയിരിക്കുന്നത്. പക്ഷെ സുബോധം വന്നവൻ വീട്ടിൽ വരുമ്പോൾ അതിൽ ആനന്ദിപ്പാനുള്ള സന്തോഷം, ആ മനസ്സ് നാം കാണിക്കണം. അവൻ പുറത്ത് നിന്നിട്ട് അപ്പം പറയുന്നുണ്ട്, മകനെ നീ എന്തിന് പുറത്ത് നിൽക്കുന്നു? ജീവിതത്തിൽ ഇതുപോലെ പലരെയും നമുക്ക് കാണേണ്ടി വരും. എല്ലാം അനുഭവിച്ചിട്ടും ആത്മീയരെന്നുള്ള വിശേഷണം ലഭിച്ചിട്ടും ആത്മീയതയുടെ ലെവലേശം പോലും ഇല്ലാതെ ആയിരിക്കുന്ന ആളുകൾ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു പാസ്റ്ററുടെ മകനാണ്. ഇപ്പോൾ അവൻ വൈകുന്നേരത്ത് ജോലി കഴിഞ്ഞിട്ട് ഫുൾ തണ്ണിയിലാണ് വരുന്നത് വീട്ടിലേക്ക്. എനിക്കത് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി. ഒന്നല്ല അനേകർ. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ വക്രതയുള്ള തലമുറയെ നേരെയാക്കുവാൻ ശ്രമിക്കുന്നവനെ കൊട്ടേഷൻ സംഘത്തെ അയച്ച് പേടിപ്പിക്കുന്നവരായവർ. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ പോകുന്ന സ്ഥലത്ത് ഇത് സംഭവിച്ചുകൊണ്ടായിരിക്കുന്നു. 12 വയസ്സും 14 വയസ്സുള്ള പിള്ളേരാ അവരെ പിടിച്ച് സെല്ലിൽ ആദ്യം ഇടുന്നത്. ഇട്ട് കഴിയുമ്പോൾ അവന് മൊബൈൽ കൊടുത്തില്ലെങ്കിൽ, അവൻ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ എന്തു ചെയ്യും? എൻ്റെ കൊട്ടേഷൻ സംഘം ഇവിടെ വരും, നിങ്ങളെല്ലാം അടിച്ച് പരുവത്തിലാക്കും. ഇതാ ഭീഷണി. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ തലമുറ എവിടെ പോയി നിൽക്കുന്നു? നാം എല്ലാ നിലയിലും വളർന്നുവെന്ന് പറയുന്നു, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെന്ന് പറയുന്നു.
സാങ്കേതികമായി ഒത്തിരി ഉന്നതി പ്രാപിച്ചു എന്ന് പറയുന്നു. വിരൽത്തുമ്പിൽ എവിടെ എത്തുവാനും കഴിയുന്ന, സന്ദേശങ്ങൾ അയക്കുവാൻ കഴിയുന്ന ഒരു നിലയിൽ നാം എത്തിയിട്ടുണ്ട് അല്ലേ? കമ്പ്യൂട്ടറൊക്കെ വന്ന സമയത്ത് എവരിതിങ് എ മൗസ് ക്ലിക്ക് അവേ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. മൊബൈലിൽ വന്നപ്പോഴോ എവരിതിങ് എ ടച്ച് അവേ അല്ലേ? ഇപ്പൊ തോണ്ടലാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സുഖസൗകര്യങ്ങൾ വർദ്ധിച്ചതനുസരിച്ച് ആത്മീയതയിൽ വർധനമുണ്ടായിട്ടുണ്ടോ? ഇതൊരു ഉപവാസ പ്രാർത്ഥനയാണെങ്കിലും നമ്മെക്കുറിച്ച് തന്നെ നമുക്കൊരു ബോധ്യമുണ്ടാകേണ്ടത് ആവശ്യമാണ്. യഥാർത്ഥത്തിൽ പത്രോസ് പ്രസംഗിച്ചത് രക്ഷിക്കപ്പെടാത്തവരോടല്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ധൈര്യത്തോടെ ഈ പ്രസംഗം ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങളാരും അങ്ങനെയാണെന്നല്ല അർത്ഥം. ഓരോ കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഈ വക്രതയുള്ള തലമുറയോട് താതാത്മ്യം പ്രാപിക്കുന്ന എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ? അതിനോട് സമരസപ്പെടുന്ന നിലയിലുള്ള എന്തെങ്കിലും പ്രവൃത്തികൾ എന്നിലുണ്ടോ എന്ന് നാം സ്വയശോധന ചെയ്യണം. എങ്കിൽ അതിൽ നിന്ന് രക്ഷിക്കപ്പെടണം. അതിന് നാം തയ്യാറാകണം. നമ്മുടെ ആത്മീയത നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മീയത കൊണ്ട് ഒരു പ്രയോജനവുമില്ല. വിമർശിക്കുന്ന ആളുകൾ ഒത്തിരിയുണ്ട്, കുറ്റം പറയുവാൻ ആളുകൾ ഒത്തിരി ഉണ്ടാകാം. അതൊന്നും കേട്ട് നാം ചഞ്ചലപ്പെടേണ്ട കാര്യമില്ല. നമ്മെ വിളിച്ചവൻ ഉണ്മയുള്ളവനാണ്. അവൻ ആ ദിവസം വരെ നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. യേശുവിൻ്റെ ജനനത്തിങ്കൽ, അവൻ്റെ വളർച്ചയിൽ ആളുകൾ പലതും പറഞ്ഞു. ഇവൻ യോസഫിൻ്റെ മകൻ, ഇവൻ മറിയയുടെ മകൻ, ഇവൻ തച്ചൻ്റെ മകൻ. സ്നാനക്കടവിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നപ്പോൾ, യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ അവൻ ഇറങ്ങിച്ചെന്നപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പലരും പലതും പല നിലയിൽ നമ്മെക്കുറിച്ച് പറഞ്ഞേക്കാം. സ്വർഗം എന്തു പറയുന്നുവെന്ന നാം നോക്കേണ്ടത്. പുത്രൻ തമ്പുരാൻ സ്നാനക്കടവിലേക്ക് ചെന്നപ്പോൾ സ്വർഗത്തിന് അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല. അതുവരെ ഓരോരുത്തർ പറഞ്ഞതെല്ലാം അവിടെ കൊണ്ടില്ലാതായി. മറിയയുടെ മകനെന്നും യോസഫിന്റെ മകനെന്നും തച്ചന്റെ മകനെന്നുള്ള പേര് കേട്ട് നടന്നു. എന്നാൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ലഭിച്ച പേരെന്താണ്? സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. നമുക്കത് കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? നമുക്കത് കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെട്ടാൽ നമ്മിലൂടെ വെളിപ്പെടുന്ന അത്ഭുത പ്രവർത്തികൾക്ക് കയ്യും കണക്കുമില്ല. പറ്റുമോ? കാരണം തലമുറയെക്കുറിച്ചൊരു വലിയ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. തലമുറയെക്കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ശമൂവേൽ വൃദ്ധനായപ്പോൾ ശമൂവേൽ തന്നെ പറയുന്നു തൻ്റെ മക്കളെ കുറിച്ച്. എന്താ പറയുന്നത്? 1 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. അവന്റെ പുത്രന്മാർ അവന്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു വന്നു. വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് വേർപെട്ടിരിക്കണം. ശമൂവേൽ വലിയ പ്രവാചകനായിരുന്നു. പ്രാർത്ഥിച്ച് ലഭിച്ച പുരുഷപ്രജയുടെ മക്കളെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് വെറുതെ വായിച്ചു വിട്ടാൽ പോരാ, നമ്മുടെ ജീവിതത്തിലും അത് സംഭവിക്കരുത്. ഈ വക്രതയുള്ള തലമുറ നമ്മെ ആകർഷിക്കുന്നതാ, നമ്മുടെ തലമുറയെ നമ്മിൽ നിന്ന് അകറ്റുന്നതാ. ആത്മീയതയിൽ നിന്ന് അവരെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നതാ. ശമൂവേലിന് അത് സംഭവിച്ചില്ലേ? സംഭവിച്ചോ? തൻ്റെ മക്കൾ എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? അവർ അവന്റെ വഴികളിൽ നടന്നില്ല, അവർ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി. അടുത്തത് ന്യായം മറിച്ചു കളഞ്ഞു. ന്യായം കിട്ടേണ്ടവന്റെ ന്യായത്തെ മറിച്ചു കളയുന്ന വ്യക്തിത്വങ്ങളായി ശമൂവേലിന്റെ മക്കൾ മാറി. വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ.
ഇതൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇവിടെ ഇത് പറയുന്നത്? നാം വളരെ ദൈവസന്നിധിയിൽ താണിരിക്കേണ്ട സമയങ്ങളാണ്. ഞാൻ രാവിലെ പറഞ്ഞ ആ സാമുവേൽ ബ്രിംഗ്ലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? തൻ്റെ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങളുണ്ടായി. തൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ടായപ്പോൾ താൻ ആ പരാജയങ്ങളെ താഴ്മയുടെ വഴികളാക്കി മാറ്റി. ജീവിതത്തിൽ എവിടെയെങ്കിലും പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ അത് നമ്മെ ദൈവസന്നിധിയിൽ താഴ്ത്തുന്നവരായി, താഴ്മ ധരിക്കുന്നവരായി മാറ്റിയെടുക്കണം. തൻ്റെ ജീവിതത്തിൽ ഒത്തിരി ദാരിദ്ര്യം അനുഭവിച്ച വ്യക്തിയായിരുന്നു ആ മനുഷ്യൻ. തൻ്റെ ദാരിദ്ര്യം തന്നെ അച്ചടക്കമുള്ള ഒരു വ്യക്തിയായി മാറ്റി. നമ്മുടെ ദാരിദ്ര്യം ദൈവനാമത്തെ ദുഷിക്കാൻ വേണ്ടി അല്ല ഉപയോഗിക്കേണ്ടത്. തൻ്റെ ദാരിദ്ര്യം തന്നെ അച്ചടക്കമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റി. അതുകൊണ്ടാണ് താൻ പിന്നീട് വിശുദ്ധിയുടെ അപ്പോസ്തലനായി മാറിയത്. ദൈവം നമ്മെ വിളിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. അവൻ നമ്മെ വീണ്ടെടുത്തു എന്നുള്ളത് ശരിയാണ്. വില കൊടുക്കുവാൻ നാം തയ്യാറാകണം. വില കൊടുക്കുവാൻ നാം തയ്യാറാകണം. വില കൊടുത്തവരെല്ലാം ദൈവസന്നിധിയിൽ വിളങ്ങിയവരായി മാറി. വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെട്ട് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുവാൻ നാം തീരുമാനിക്കണം. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കുമെന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. മതി. ഇനിയും ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. മതി. ഈ രണ്ട് വ്യക്തിത്വങ്ങളെ ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. യഹോവയായ ദൈവം മോശയെ നേതാവായി തീരുമാനിച്ചു. എന്നാൽ അവർ മോശയുടെ അസാന്നിധ്യത്തിൽ അവർക്കൊരു പുതിയ പാസ്റ്ററെ കിട്ടി. ആരായിരുന്നു? അഹരോൻ. ജനമെല്ലാം എന്താ പറഞ്ഞത്? ഇത്രയും നല്ലൊരു പാസ്റ്ററെ ഇനി എവിടെ കിട്ടാനാ? നമ്മളെന്തോ പറഞ്ഞാലും നമ്മൾ പറയുന്ന പോലെ ചെയ്യുന്ന ഒരു പാസ്റ്ററാണ് ഈ അഹരോൻ. അതിന് വല്ല ആയുസ്സുണ്ടായോ? വക്രതയുള്ള തലമുറയോട് കൂടുന്നവരെയല്ല ദൈവത്തിന് വേണ്ടിയത്, അതിൽ നിന്ന് രക്ഷപ്പെടുന്നവരെയാണ് വേണ്ടിയത്. വക്രതയുള്ള തലമുറയോട് അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു ശുശ്രൂഷയല്ല നീ ചെയ്യേണ്ടത്. ദൈവം പർവ്വതത്തിൽ നിന്നോട് അരുളി ചെയ്ത പ്രവൃത്തിയെ ഇവിടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ദൈവത്തിന് ഈ ജനം സഹിച്ചുകൂടാതെ വന്നപ്പോൾ യഹോവയായ ദൈവം മോശയോട് പറയുകയാണ്, എന്നെ വിടുക. രണ്ടാമത്തെ പദമാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നമ്മളൊക്കെ ആണെങ്കിൽ ആ വാക്കിൽ വീണുപോയേനെ. എന്താണ്? ഞാൻ അവരെ ന്യായം വിധിക്കാൻ പോവുകയാണ്. ഞാൻ എന്ത് ചെയ്തോളാം? നിന്നെ വലിയ ജാതിയാക്കും. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം മോശയുടെ മേൽ അത് റിപ്പീറ്റ് ചെയ്യപ്പെട്ടു. നമ്മളൊക്കെയാണ് അത് മേടിച്ചോണ്ടെങ്കിൽ പോകുന്നതിന്. എന്നാൽ മോശ പറയുക എന്താണ്? അതല്ല അവന് വേണ്ടിയത്. ദൈവം ഒരു വ്യക്തിയോട് പറയുക, എന്നെ വിടാൻ. വക്രതയുള്ള തലമുറയിൽ നിന്ന് വേറിട്ട് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്താൽ നിനക്ക് ദൈവത്തെ പോലും പിടിച്ചു കെട്ടുവാൻ കഴിയും. ദൈവത്തെ പോലും പിടിച്ചു കെട്ടുവാൻ കഴിയും. ദൈവത്തിന് മോശയുടെ അനുവാദം വേണോ മൂവ് ചെയ്യാൻ? അല്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷ ചെയ്താൽ, വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെട്ടവനായി രക്ഷിക്കപ്പെട്ടവനായി നീ ദൈവത്തിന് കൊള്ളാവുന്നവനായി നിന്നാൽ നിന്റെ അനുവാദമില്ലാതെ ദൈവത്തിന് പോലും ചലിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തെ പിടിച്ചു കെട്ടുന്നവരായി നാം മാറണം.
ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിച്ചത് അത് തന്നെയാണ്. എന്താ സംഭവിച്ചത്? അപ്പൻ്റെ കയ്യിൽ നിന്ന് കളിപ്പിച്ച് വാങ്ങിയ അനുഗ്രഹത്തിന് എന്താണ്? യാബോക്കിൻ്റെ കട വരെ അതിൻ്റെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൻ്റെ കയ്യിൽ നിന്ന് കളിപ്പിച്ച് വാങ്ങിയ അനുഗ്രഹത്തിന് യാബോക്കിൻ്റെ കടവ് വരെ അതിൻ്റെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. യാബോക്ക് കടക്കണമെങ്കിൽ എന്ത് വേണം? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അവിടെയും ദൂതനെ അവൻ പിടിച്ചു കെട്ടി. ദൂതൻ എന്താ പറയുന്നത്? എന്നെ വിടുക, ഉഷസ്സാകുന്നു. ഇവിടെയാണ് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെട്ട ജീവിതം നയിച്ചാൽ ദൈവത്തെ പോലും നമുക്ക് പിടിച്ചു നിർത്തുവാൻ കഴിയും. ആ ജീവിതം ആ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാൻ കഴിയുമോ? എന്താണ്? ദൈവമേ എന്നെ പണിയണമേ, ദൈവമേ എന്നെ പണിയണമേ. ആ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്നെ പണിയണമേ. അല്ലേ? കളിമണ്ണായി അവൻ ചവിട്ടിക്കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ കളിമണ്ണ് പറഞ്ഞു, ഈ ചവിട്ടെത്ര ഭയങ്കരമാ. അവിടെ കുശവന്റെ ചക്രത്തിന്മേൽ ഇരിക്കുന്ന ചെളി പോലെ എനിക്ക് എന്നാകുവാൻ കഴിയുമെന്ന ചെളി പറഞ്ഞത്. ചവിട്ടുകൊണ്ടപ്പോൾ ചക്രത്തിലിരിക്കുന്ന ചെളിയുടെ ജീവിതം ആഗ്രഹിച്ചത്. പക്ഷെ ചെളിയിൽ നിന്ന് ചക്രത്തിലേക്ക് വന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ചെളി പറയുക, ദൈവമേ എന്തോ ഒരു കറക്കമായത്, എൻ്റെ ജീവിതം എന്തോ ഒരു കറക്കമാ. എന്നാൽ നിന്റെ കറക്ക എന്തിനു വേണ്ടിയുള്ളതാ? അവൻ ഇഷ്ടപ്പെട്ട ഒരു മാനപാത്രമാകുവാൻ വേണ്ടിയാണ്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടാൽ ദൈവം നമ്മെ അവൻ ഇഷ്ടമുള്ള ഒരു പാത്രമാക്കി മാറ്റും. അഥവാ നാം അവൻ്റെ കയ്യിൽ ചീത്തയായി പോയാൽ അവൻ അതിനെ മറ്റൊരു പാത്രമാക്കി മാറ്റും. ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് സംസാരിക്കാനുള്ളത്, യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരനുഭവത്തിലൂടെ, ആത്മീയ അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ ഈ തലമുറയിൽ എനിക്ക് കഴിയുന്നുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ആത്മീയ അനുഭവത്തിലൂടെ, ജീവിതത്തിലൂടെ കടന്നു പോകുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം ആത്മപരിശോധന നടത്തേണ്ട അവസരമാണിത്. നമുക്ക് ദൈവത്തോട് പറയാം, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് അങ്ങേക്ക് കൊള്ളാവുന്ന ഒരു മാനപാത്രമായി എന്നെ തീർക്കണമേ. എങ്കിൽ എനിക്ക് എൻ്റെ ദൈവത്തെ പോലും പിടിച്ചു കെട്ടുവാൻ കഴിയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനവസരം നൽകിയ കർത്താവിൻ്റെ ദാസന്മാരോടും ഈ സഭയോടുമുള്ള എൻ്റെ പ്രത്യേകമായ സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ദൈവം ഹല്ലേലൂയ വ്യക്തമായി ദൈവത്തിൻ്റെ ദാസനിലൂടെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ശക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മോട് ഓരോരുത്തരോടും സംസാരിച്ചു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നമ്മുടെ ഹൃദയങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ നാം കേട്ടല്ലോ. ഹല്ലേലൂയ. ആമേൻ. ഈ വക്രതയും കോട്ടമുള്ള ഈ തലമുറയിൽ നിന്ന് പെട്ടിരിക്കുവാൻ, രക്ഷിക്കപ്പെടുവാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ശക്തമായി ഇടപെട്ടല്ലോ. അല്ലെങ്കിൽ ഒരു കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ അല്ലെങ്കിൽ നാം ഒരു അനുസരണമുള്ളവരായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ഹല്ലേലൂയ ഈ വക്രവും കോട്ടവുമുള്ള ഈ തലമുറയിൽ നമ്മെ ദൈവം രക്ഷിക്കുമെന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഓരോരുത്തരെയും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നീ എന്നെ ഒന്ന് പണിയണമേ. അല്ലെങ്കിൽ കുശവൻ അല്ലെങ്കിൽ പണിഞ്ഞെടുത്ത മനപാത്രമായി പണിഞ്ഞെടുക്കുന്നത് പഠിച്ചതുപോലെ അടിയങ്ങളെ ഒന്ന് പണിഞ്ഞെടുക്കണമേ. കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ അപ്പച്ചാ നിന്റെ കരങ്ങളിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കേടായിപ്പോയ അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്നെ ഒന്ന് പണിയണമേ, ഒരു പുതിയ പണി എന്നെ ചെയ്യണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദൈവസന്നിധിയെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ദൈവദാസൻ ദൈവം ഹല്ലേലൂയ പിന്നെയും ശക്തമായി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് തരകരങ്ങളിൽ ഉപയോഗിക്കട്ടെ. അനേകർക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കട്ടെ. കടന്നു വന്ന ശുശ്രൂഷ നിർവഹിച്ച ദൈവദാസനെ ദൈവം ശക്തമായി ഹല്ലേലൂയ
അനുഗ്രഹിക്കട്ടെ, കുടുംബമായി മാനിക്കട്ടെ. ഹല്ലേലൂയ. ദേവദാസനോടുള്ള എല്ലാ നന്ദിയും സഭയായിട്ട് അറിയിച്ചു കൊള്ളുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ അല്ലെങ്കിൽ എം വി കുഞ്ഞുമോൻ പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കും. അതോടൊപ്പം ദൈവത്തിൻ്റെ വിലയേറിയ ദാസൻ വർഗീസ് പാസ്റ്റർ ആശീർവാദവും പറഞ്ഞ് ഈ ശുശ്രൂഷ ഇവിടെ ഇന്ന് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ സ്വർഗസ്വപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ ഉപവാസത്തോടിരിക്കുന്ന കർത്താവെ, സ്വതന്ത്രം ദൈവസഭയിൽ ഇന്ന് പകലും രാത്രിയിലും കർത്താവിൻ്റെ ദാസിലൂടെ കേൾപ്പിച്ച എല്ലാ നല്ല ശബ്ദങ്ങൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് രാത്രി കേൾപ്പിച്ച എല്ലാ നല്ല ആലോചനകൾക്കായി സ്തോത്രം. കർത്താവെ, ചീത്തയായിപ്പോയ കുശവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയ ആമേനതെ പാത്രത്തെ തനിക്ക് ബോധിച്ച മറ്റൊരു പാത്രമാക്കി അതിനെ പണിതെടുത്തതുപോലെ വക്രതയും കോട്ടയും നിറഞ്ഞ ഈ തലമുറകളിൽ നിന്ന് കർത്താവ് രക്ഷിക്കപ്പെടേണ്ടതിന് കർത്താവെ, ഞങ്ങൾ അമേനാകാത്ത മണ്ഡലങ്ങളിൽ നിന്ന് കുരുങ്ങിക്കിടക്കുന്ന മണ്ഡലങ്ങളിൽ അമേനതെ ആ കുരു കഴിച്ച് പുറത്തെടുത്ത് കർത്താവിന് പ്രയോജനമുള്ള മാനപാത്രങ്ങളാക്കി ഞങ്ങളെ മെനഞ്ഞെടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അമേൻ, കർത്താവിൻ്റെ ദാസനെ കരങ്ങളെടുത്തല്ലോ, പിന്നെ അനേകായിരങ്ങളുടെ മധ്യ നിർത്തുവാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ രാത്രികാലം അനുഗ്രഹിച്ച സഭയെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ ദാസനെയും ചേർന്ന് ശുശ്രൂഷിക്കുന്ന കർത്താവെ, അവിടുത്തെ വിലപ്പെട്ട അഭിഷിക്തന്മാരെ ഒക്കെ ദൈവരങ്ങളിൽ പ്രാർത്ഥിച്ച ഈ രാത്രികാല മീറ്റിങ്ങിൽ സംബന്ധിച്ച എല്ലാ ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ മടക്കയാത്രയിലേക്ക് കൂടിയിരിക്കും. നാളെ പകലും രാത്രി നടക്കുന്ന സെക്ഷനിലേക്ക് കർത്താവ് അനുഗ്രഹിക്കും. നാളെ പകലും രാത്രി ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസനെ തക്ക സമയത്ത് ഞങ്ങളുടെ മധ്യ കൂട്ടിച്ചേർക്കണം. വിലപ്പെട്ട ശബ്ദം കർത്താവിൻ്റെ ദാസൻ്റെ കരങ്ങളിൽ കൊടുത്ത് ഞങ്ങളുടെ മധ്യ അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടെ അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. സന്തോഷത്തോടെ ഞങ്ങൾ മടക്കി അയക്കും. അത്ഭുതങ്ങളെ കർത്താവ് ഞങ്ങൾ പ്രതീക്ഷിച്ച അവനത് പോകവേ സൗഖ്യമായി വായിക്കുന്നത് പോലെ കർത്താവെ സ്തോത്രം, അവൻ സൗഖ്യപ്പെടുതലും ആശ്വാസം ഞങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കട്ടെ. അവിടെ അങ്ങനെ ചെയ്യും. മഹത്വം അങ്ങെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ, സ്വർഗീയ നല്ല പിതാവേ. കർത്താവ് പ്രാർത്ഥന കേട്ടതോർത്ത് കരം ഉയർത്തി സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി ദൈവം നമ്മെ അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ വിശേഷാൽ ഇന്ന് പകലും രാത്രിയിലും കർത്താവെ, അവിടുത്തെ വചനം ഞങ്ങളുടെ മധ്യയെ ആധികാരികമായി ശുശ്രൂഷിച്ച അവിടുത്തെ വിലയേറിയ ദാസന്റെ മേൽ ഇന്നും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇന്നും ജയം നൽകിയ ദൈവത്തിന് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. നാളെ പകൽ 11 മണിക്ക് തന്നെ ഉപവാസ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതായിരിക്കും. പ്രാർത്ഥനാപൂർവ്വം സംബന്ധിക്കുക.